നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ PS പ്രശാന്തും ഭരണസമിതി മുൻ അംഗവും പ്രതിപ്പട്ടികയിൽ. 2025-ൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത് 2019-ലെ തട്ടിപ്പ് മറയ്ക്കാനാണ് എന്നാണ് SITയുടെ റിപ്പോർട്ട്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അജികുമാർ മടക്കം പ്രതികളെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിശ്വാസവഞ്ചനയും ഗൂഢാലോചനയും നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി, ശ്രീ വസന്ത് സിറിയക്, കോൺഗ്രസ്, ശ്രീ TK രാജഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, ശ്രീ രാഹുൽ ഈശ്വർ, ആക്ടിവിസ്റ്റ് തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ TK രാജഗോപാൽ, കഴിഞ്ഞ വർഷം തന്നെ ഹൈക്കോടതി ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു. രണ്ടാം തവണ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി കൊണ്ടുപോയത് ആദ്യത്തെ മോഷണം മറച്ചുവെക്കാനാണോ എന്ന സംശയം വളരെ കൃത്യമായി കോടതി പ്രകടിപ്പിച്ചിരുന്നു. അത് ശരിവയ്ക്കുന്ന വിധത്തിലാണ് SITയുടെ കണ്ടെത്തൽ. 2023-ൽ തുടങ്ങി 2025-ൽ നടന്ന ആ കാര്യം ആദ്യത്തെ കള്ളം മറയ്ക്കാനാണെന്ന് പറയുമ്പോൾ കവർച്ച ദേവസ്വം ബോർഡുകളുടെ തുടർച്ച എന്നതുപോലെ തുടർച്ചയാണ് എന്നുകൂടിയാണോ ബോധ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും അഭിലാഷേ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഈ SITയുടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ ഇടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൽ നിന്ന് വന്ന പരാമർശങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നത്. ഇത് 19ഉം 25ഉം ചേർത്ത് അന്വേഷിക്കണം, രണ്ടും ചേർത്ത് അന്വേഷിക്കണം. ഇതൊരു തുടർച്ചയാണ്. 19-ലെ കൊള്ളയുടെ തുടർച്ച തന്നെയാണ് 25. അങ്ങനെ തന്നെയാണ് പരാമർശം വന്നത്. അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ചില SITയെ വഴിതെറ്റിക്കാനായിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് വേറെ വിവാദങ്ങൾ ഇതിനകത്ത് കയറി വന്നു. അത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമലയിലെ കൊടിമര പ്രശ്നവുമായിട്ടുള്ള വന്നിരുന്നു. അതൊക്കെ 2017 മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിൻ്റെ ബോർഡുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്തരം ചില വിവാദങ്ങൾ സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചു, ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കോടതി കൃത്യമായിട്ട് അന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ പോകണ്ട, അങ്ങനെ ചെതറിപ്പോകരുത്, അന്വേഷണം ചെതറിപ്പോകരുത്, കൃത്യമായിട്ട് 19 മുതൽ 25 വരെയുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും SITയുടെ ബാധ്യത കണ്ടില്ലേ? ആദ്യത്തെ 2 FIR ആണ് നിൽക്കുന്നത്. 19-ലെ കൊള്ള സംബന്ധിച്ച് 2 FIR നിൽക്കുകയാണ്. 2 FIR നിൽക്കുകയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ 3ാമത്തെ FIR വരികയാണ്. 3ാമത്തെ FIR ഇട്ട് അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് 7 പ്രതികളാണ് വരുന്നത്. 7 പ്രതികളാണ് ഈ കേസിലും വരുന്നത്. കാരണം ഒന്നും മറയ്ക്കാനാണ്. അതാണ് കോടതി എന്ന് പറഞ്ഞത്. 19-ൽ നടന്ന കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വീണ്ടും ഇതഴിച്ചത്? കാരണം അതിൻ്റെ വാറണ്ടി എത്രയോ വർഷമായിരുന്നു? 19-ൽ കൊടുത്ത് 19-ൽ രണ്ടാമത് കൊണ്ടുപോയ ശേഷം വരുന്ന അതിൻ്റെ വാറണ്ടി 40 വർഷത്തേക്കാണെന്നാണ് പറഞ്ഞത്. 40 വർഷത്തേക്ക് അതിനെന്താണ് പ്രശ്നമെന്നുള്ളതിനെ കുറിച്ചുള്ളത് നമ്മൾ ആ ബാക്ക് ഫയൽസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം 98, 99-ല് സ്വർണ്ണപ്പാളികളാണെന്നുള്ള ആലോചിക്കണം. 2019-ൽ അഴിച്ച് സ്വർണം പൂശി വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുള്ള ദ്വാരപാലക പാളികൾ കറുത്തു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് നോക്കിയാൽ തന്നെ മനസ്സിലാകാവുന്ന വിധത്തിൽ ചെമ്പ് തെളിയുക എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ അവിടെ ശരിയായി. ചെമ്പ് തെളിഞ്ഞു. 40 വർഷം എന്ന് പറഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ് 2023 മുതൽ ഇത് വീണ്ടും കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു. അപ്പൊ ഇതിലെ ബോർഡിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അറിഞ്ഞുകൊണ്ടാണോ എന്ന സംശയം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. ഈ കള്ളം ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന്. SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അറിഞ്ഞുകൊണ്ടാണ് എന്ന്. ബോർഡിലെ, അതായത് തൊട്ട് മുമ്പുള്ള ബോർഡിലെ ഉന്നതർക്ക്, അതിനെ ഭരിച്ചിരുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു ഈ കള്ളം നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആ കള്ളം നടന്നത് മറയ്ക്കാൻ വേണ്ടി വീണ്ടും അവർ അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്തെ ബോർഡുകളാണ്. തൻ്റെ മുൻഗാമികളായ ആളുകൾ ചെയ്തു കൊടുത്തിരിക്കുന്ന കുറ്റങ്ങൾ, തെറ്റുകളുണ്ടെങ്കിൽ അത് മറയ്ക്കേണ്ടത് മറ്റവരുടെ ചുമതലയായിരുന്നു. ഇപ്പോൾ അഭിലാഷിന് അറിയാമല്ലോ, 4 ബോർഡുകളാണ് ഇതിനകത്ത് വന്നത്. 16 മുതൽ 25 വരെ വന്നത് 4 ബോർഡുകളാണ്, ദേവസ്വം ബോർഡുകളാണ്. അതിനകത്തിൽ 3 ബോർഡുകളും പ്രതിസ്ഥാനത്താണ്. 3 ബോർഡുകളെ പ്രസിഡന്റുമാരും പ്രതിസ്ഥാനത്ത് വന്നു. ഒരു ബോർഡ് മാത്രമേ, ഇടതുപക്ഷത്തിൻ്റെ ഒരു അഡ്വക്കേറ്റ് അനന്തഗോപൻ്റെ ബോർഡ് മാത്രമേ ഇത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അവരുടെ തെറ്റ് മറയ്ക്കണം എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. ഇതിനിടയ്ക്ക് എങ്ങാണ് ഒരു UDF ബോർഡ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ലായിരുന്നു ഇതിന് സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ചെയ്തതാണിത്. ഇത് 19-ൽ ഈ പാളികൾ വന്ന ശേഷം ഏതാണ്ട് 1-2 വർഷത്തിന് ശേഷം ഇത് ചെമ്പ് തെളിയാൻ തുടങ്ങി. എന്നാൽ അന്ന് തന്നെ ആരോപണങ്ങളുണ്ടായിരുന്നു. ആരോപണങ്ങളും ചില വാർത്തകളും ഉണ്ടായിരുന്നു. ഇത് വെളുത്തു പോകുന്നു, ഇത് ചെമ്പ് തെളിയുന്നു, ചെമ്പ് തെളി കറുത്തു വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഇന്ന് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം പറയുന്നതിനകത്ത് കൃത്യമായ ചില കാര്യങ്ങൾ അതിനകത്തൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്
ഇതിൽ അന്ന് 19 പൊതിഞ്ഞുകൊണ്ട് വന്നതിന് പൂശിക്കൊണ്ട് വന്ന പാളിക്കകത്ത് ഏതാണ്ട് കുറച്ച് സ്വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഏതാണ്ട് 1 പവനോ 2 പവൻ സ്വർണ്ണമേ ഉണ്ടായിരുന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണ്, ഒരുപക്ഷെ സത്യം അറിയാതെ അങ്ങ് സത്യം പറഞ്ഞു പോയതായിരിക്കും അദ്ദേഹം. പക്ഷേ ഇളക്കിക്കൊണ്ട് പോയ പാളിയിൽ എത്ര ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടില്ലേ. അതിനകത്തിൽ 40-45 പവനാണ് ഗോവർദ്ധൻ കൊണ്ടുപോയെന്ന് പറയുന്നത് അല്ലേ. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പണിക്കൂലിയായിട്ട് എടുത്തിരിക്കുന്നത് 12 പവനോ 13 പവനോ അവരെടുത്തിരിക്കുന്നുള്ളത്. ഇതിനെല്ലാം ശേഷവും പോറ്റിയുടെ കയ്യിൽ സ്വർണമുണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശം നോക്കിയേ. ഇത്രയും ഈ 45-ഉം 12-നും ശേഷവും പോറ്റിയുടെ കയ്യിൽ അന്ന് ഇളക്കിക്കൊണ്ട് പോയ സ്വർണം ബാക്കിയുണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. അങ്ങനെയല്ലേ കോടതി വിധി വന്നിരിക്കുന്നത്, കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത് അങ്ങനെയല്ലേ. അതാണല്ലോ പോറ്റി ആരുടെ ഒരു കല്യാണം നടത്താം, ഞാനൊരു കല്യാണം നടത്തി തരാം, എൻ്റെ കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ദേവസ്വം ബോർഡ് അല്ലേ, ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന വാസുവിന് കത്തായിട്ട് അയക്കുന്നതൊക്കെ അവിടുന്ന് നിന്നാണ് അയച്ചത്. അതെ. അപ്പോൾ കൃത്യമായിട്ട് ഇവർക്കെല്ലാം ഇത് അറിയാമായിരുന്നു കാര്യങ്ങൾ. അതേപോലെ തന്നെ കോടതി വിധിക്കകത്ത് മറ്റൊരു പരാമർശം വന്നിരിക്കുന്നത് എന്താണ്, ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. 2023 നവംബറിൽ വന്ന ഈ പ്രശാന്തിൻ്റെ ബോർഡിനെ സ്വാധീനിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു. പോറ്റിയപ്പോൾ ഒരു വലിയ സൂപ്പർ പവറായിട്ട് നിൽക്കുകയാണ്. സന്നിധാനത്ത് നമുക്കറിയാവുന്നതുപോലെ കൊടിമരത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം കൊടിമരത്തിലാണല്ലോ പോറ്റി അങ്ങനെ പഴയ കീഴ്ശാന്തി സ്ഥാനത്ത് നിന്ന് വലിയ സ്പോൺസറായിട്ട് മാറുന്നത്. അത് നമ്മൾ അഡ്വക്കേറ്റ് കുറുപ്പിൻ്റെ റിപ്പോർട്ടിനകത്ത് നമ്മൾ കണ്ടതാണ്. ബാംഗ്ലൂരിലുള്ള വലിയ ഭക്തനായ പോറ്റി വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, അത് കൊടിമരം പടിഞ്ഞ ശില്പിയാണ് എന്നെ പരിചയപ്പെടുത്തിയെന്നൊക്കെ. അപ്പോൾ പോറ്റി 15 തൊട്ടേ വലിയ സൂപ്പർ പവറാണ് സന്നിധാനത്ത്. അപ്പം ഈ പോറ്റി ആണ് ഇദ്ദേഹത്തോട് പറയുന്നത്, ഇദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്? പ്രശാന്തിനെ സ്വാധീനിക്കാൻ പോറ്റി ശ്രമിച്ചത് പോറ്റിക്ക് അറിയാമായിരുന്നു. സംഭവം കുഴപ്പത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം പോറ്റിക്ക് നല്ല കൃത്യമായിട്ട് അറിയാമായിരുന്നു. ദേവസ്വം ബോർഡ് ഭാരവാഹികളെ രക്ഷപ്പെടുത്തുകയും വേണമായിരുന്നു. അതിനുവേണ്ടി തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതിനുവേണ്ടി തന്നെ അതുകൊണ്ട് 23 തൊട്ട് പ്രശാന്തിനോട് അടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രശാന്തിനെ ഒരു പക്ഷെങ്കിലും അപകടം മനസ്സിലായിരിക്കാം. അല്ലെങ്കിൽ ഈ ഫയലുകൾ അദ്ദേഹം ഒന്നും കാണാതിരിക്കത്തുള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് എടുക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫയലുകളൊന്നും കാണാതിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്കിതിൻ്റെ വ്യവസ്ഥകളും കണ്ടീഷൻസും ഒന്നും അറിയാൻ വയ്യായിരുന്നെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ സംസാരിച്ചത്? അവിടെ ദേവസ്വത്തിന് ദേവസ്വം മാനുവൽ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകരുത്. അതുപോലെ 2023 ജൂണിൽ കൃത്യമായ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അവിടെ. അതുപോലെ തന്നെ പുറത്ത് കൊണ്ടുപോകരുത്, വീഡിയോ റെക്കോർഡിംഗ് വേണം. ഇതൊന്നുമില്ലാതെ ഒരു ദിവസം രാത്രിയിൽ സന്ധ്യയ്ക്ക് അങ്ങ് അഴിക്കുകയാണ്. ഒരു വ്യവസ്ഥകളും പാലിച്ചു. അതൊന്നും എനിക്കറിയത്തില്ല. സെക്രട്ടറിമാരും എന്നോട് പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ വലിയ ഭരണവൃന്ദങ്ങളും വലിയ അനുചരന്മാരും ഒക്കെ അവിടെ ഉള്ളത്? അവരൊക്കെ അറിയിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് വായിച്ചു പഠിക്കണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തിൽ ഗൂഢാലോചനയുണ്ട്. അതാണ് ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. കോടതി ഉപയോഗിക്കുന്ന ക്രിമിനൽ കോൺസ്പിറസി നടത്തിയിട്ടുണ്ട്. ശരി, RV ബാബു, ഇവിടെ കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അതായത് ദേവസ്വം മാനുവൽ അനുസരിക്കാതെ, ദേവസ്വം മാനുവൽ മറികടന്ന്, ഹൈക്കോടതിയുടെ നിലനിൽക്കുന്ന നിർദ്ദേശവും മറികടന്ന് 2ാം തവണയും സ്വർണം ചെന്നൈയിലേക്ക്, സ്വർണ്ണമല്ല ഈ ദ്വാരപാലക പാളികൾ, സ്വർണം പൂശപ്പെട്ട ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അറിവില്ലായ്മയോ അബദ്ധമോ ആയിരുന്നില്ല. വളരെ കൃത്യമായ ആസൂത്രണം 2023 തുടങ്ങി 2025 എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു പദ്ധതിയുടെ കൃത്യമായ ആസൂത്രണമായിരുന്നു എന്ന് കോടതി പറയുമ്പോൾ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നിഷ്കളങ്കനായിരിക്കും, അദ്ദേഹം പെട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ കുടുങ്ങിപ്പോയതായിരിക്കും എന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? അഭിലാഷേ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത സമയങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. കോടതി ഇടപെടുമ്പോഴാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയാതെ ഈ ദ്വാരപാലക പീഠങ്ങളും ഒക്കെ പുറത്തേക്ക് കൊടുത്തുവിടാൻ എന്തുകൊണ്ട് പ്രശാന്ത് തയ്യാറായി? എന്തുകൊണ്ടാണ് ഈ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ തയ്യാറായത്? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ കള്ളം ഒളിപ്പിക്കാൻ കോടതിയിൽ നിന്നും, അതേപോലെ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉന്നതരായ നിയമ സംവിധാനങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്ത ഒരു അഭ്യാസമാണ്.
പക്ഷേ അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിഷയം അറിയുകയും അത് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടിയിട്ടാണ് നമ്മളൊക്കെ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ ഇവിടെ പ്രശാന്ത് ഈ സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാവുകയാണ്, വളരെ കൃത്യമാവുകയാണ്. അതായത് 2019 40 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടുള്ള ഒരു രേഖ സൃഷ്ടിച്ച് അത് 3-4 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ചെമ്പ് തെളിഞ്ഞ് അത് വീണ്ടും മറച്ചു വെക്കാൻ വേണ്ടി നടത്തിയൊരു ഗൂഢാലോചന. അതുകൊണ്ടാണ് കൃത്യമായിട്ട് SIT പറയുന്നത്. ഇനി ഞാൻ SITയിലേക്ക് വരാൻ കേട്ടോ അഭിലാഷേ. SIT പറയുന്നത് ഇത് ഫോർജറിയാണ്, അതേപോലെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, ക്രിമിനൽ കോൺസ്പിറസി ആണ്. അങ്ങനെ 3 കാര്യങ്ങൾ SIT ആരോപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഹിന്ദു സംഘടനകൾ, വിശ്വാസികൾ, ഭക്തജന സംഘടനകളൊക്കെ അന്നും ആവശ്യപ്പെട്ടിരുന്നല്ലോ. എന്തുകൊണ്ടാണ് SIT ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഇപ്പൊ തന്ത്രിയെ അനുജ്ഞ നൽകി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തല്ലോ. അങ്ങനെ അനുജ്ഞ നൽകി എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കോടതി തന്ത്രിയേക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനാണ് കണ്ടത്. ഇനി ഇപ്പോഴും തന്ത്രിയെ പെടുത്തിയിട്ടുണ്ട്. അപ്പോ പുതിയ എന്തെങ്കിലും തെളിവുകളുണ്ടോ SITയുടെ കയ്യിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോടതിയാണ് ഇപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ്, ഇടക്കാല ഉത്തരവിൽ അന്വേഷണ റിപ്പോർട്ട് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് the report further states that the overwhelming materials have been collected clearly establishing the role of എന്ന് പറഞ്ഞിട്ട് അതിലെ ഒരു സ്ഥാനം, 6ാം സ്ഥാനം കണ്ഠരര് രാജീവര് ആണ്. ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് തന്ത്രിക്കെതിരെ. അഭിലാഷേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ അതോടെ പറഞ്ഞ തന്ത്രിക്കെതിരെ തെളിവുകൾ പുതുതായിട്ട് SIT കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ, അന്വേഷിക്കട്ടെ, തന്ത്രിയെ അറസ്റ്റ് ചെയ്യട്ടെ. അതൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളിതിന്റെ കോൺട്രഡിക്ഷൻ നോക്കണം. ഇതേ SIT തന്നെ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതിയാണല്ലോ ജാമ്യം കൊടുക്കുന്നത്, അല്ലാണ്ട് ഹൈക്കോടതി അല്ലല്ലോ. വിചാരണ കോടതിയിൽ കേസ് നടത്തി, വിചാരണ കോടതി ജാമ്യം കൊടുത്തു. വിചാരണ കോടതി ജാമ്യം കൊടുത്ത സമയത്ത് SITയുടെ ആരോപണങ്ങളൊക്കെ പൊളിച്ചിട്ടല്ലേ പറഞ്ഞിരിക്കുന്നേ. പിന്നെ ഇനി പുതുതായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ? SITക്ക് ആ പ്രതിപട്ടികയിൽ നിന്ന് തന്ത്രി ഒഴിവാക്കാൻ പറ്റില്ല. അതിന്റെ കാരണം SIT ഓൾറെഡി പ്രതിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞു, FIRൽ പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്ത്രി ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ നിയമപരമായി തടസ്സമുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനത് പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് SIT പ്രവർത്തിച്ചു എന്ന് വേണം കണക്കാക്കാൻ. അന്ന് CPM ആണ് ഭരിക്കുന്നത്. CPMന്റെ ഭരണത്തിന് കീഴിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതിലും, ഇനി പ്രശാന്ത് മാത്രമാണ് ഇപ്പൊ SIT കൊടുത്തിരിക്കുന്ന ഈ പട്ടികയിൽ പ്രശാന്ത് വരെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. എന്താ കടകംപള്ളി സുരേന്ദ്രൻ പെടാതിരുന്നതിന് കൂടി നമുക്കറിയില്ല. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും നല്ല, ഈ പ്രശാന്തിനെ പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ബന്ധമുണ്ട്. SIT എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താത്തത്, ആ പ്രതിപട്ടികയിൽ വരാത്തത് എന്നതിനെ കുറിച്ചും ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് അന്ന് വിശ്വാസികൾ, നമ്മളൊക്കെ ഗൗരവമായിട്ട് പറഞ്ഞ സമയത്ത് അന്ന് ഈ SIT ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാ. അഭിലാഷിനൊക്കെ ഓർമ്മയുണ്ടാവും. ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അവിശ്വാസം ഉണ്ട് എന്ന്. ബഹുമാനപ്പെട്ട കോടതിയുടെ മോണിറ്ററിങ്ങിലാണ് എന്നൊക്കെ ഉള്ളത് ശരി. പക്ഷേ SIT ഈ സർക്കാരിനെ ഭയപ്പെടുന്നു. ഈ സർക്കാരിന്റെ തിട്ടൂരമനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് SIT പെരുമാറുന്നത് എന്ന ആശങ്ക ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. അതിനെ സാധൂകരിച്ചുകൊണ്ടാണ് SITയുടെ റിപ്പോർട്ട്. ഞാൻ ചോദിക്കട്ടെ, SIT നാളെ ഇതുവരെ കൊടുത്ത് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്, ആദ്യത്തെ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോവുകയാണ്, ഞങ്ങൾ തയ്യാറായിട്ട് വെച്ചിരിക്കുകയാണെന്നാണ്. ഈ SITയുടെ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ ഇനി രണ്ടാമത്തെ കേസ്, ഇനി മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ 2019 കേസിനോട് കൂട്ടിച്ചേർക്കുകയോ ചെയ്യാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പുതുതായിട്ട് FIR ഇടുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. എന്ത് തെളിവുകളാണ് ഇവർ ശേഖരിച്ചിട്ടുള്ളതെന്നേ? ഈ SIT എന്ത് തെളിവുകളാണ് ശേഖരിച്ചിട്ടുള്ളത്? അവിടെയാണ് ഞങ്ങൾക്ക് SITയെ കുറിച്ച് സംശയമുള്ളത്. ഒരു തെളിവുകളും ഈ പറയുന്ന, ഇപ്പം നമുക്ക് ഒരു കേസ് ചാർജ് ചെയ്യാനും FIR ഇടാനും കുറെ നാൾ ഒരാളെ ജയിലിലിടാനും ഒക്കെ പോലീസ് വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ ഇത് വിചാരണ സമയത്ത് കോടതിയിൽ ശിക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിനാവശ്യമായ സപ്ലിമെന്ററി എവിഡൻസ് വേണം, അതിനാവശ്യമായിട്ടുള്ള സാക്ഷിമൊഴികൾ വേണം, ആവശ്യമായ ഡോക്യുമെന്റുകൾ വേണം. എന്ത് തെളിവുകളാണ് ഈ SITയുടെ കയ്യിലുള്ളത്? സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ജാമ്യം കിട്ടി പുറത്തു പോയത്? ഈ കുറ്റപത്രം എന്തുകൊണ്ടാണ് ഇത്രയും വൈകാനുള്ള കാരണം? ഇപ്പോൾ ജാംഷഡ്പൂരിൽ മറ്റേ മെറ്റലർജിക്കൽ ലാബിൽ കൊടുത്തിട്ടുണ്ട്.
അതേപോലെ വിക്രം സാരാഭായിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവ് സാമ്പിൾസ് റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു, സയന്റിഫിക് റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. എനിക്കറിഞ്ഞൂടെ ഇത്രയും താമസമൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ചെറിയ കാര്യം തീർക്കാനായിട്ടും തീരുമാനിക്കാനായിട്ട് ഇത്രയും ലാഗ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് ഗ്രേ ഏരിയകളുണ്ട്. ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള ശ്രമമുണ്ട്. ഒളിച്ചു കളിക്കുകയാണ് SIT എന്നുള്ള ഒരു ഗുരുതരമായ കുറ്റം ഞാൻ ഈ SITയിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ ഇത് CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ക്ലിയർ ആണ്. എന്തായാലും 2 രാസപരിശോധന സമീപിച്ചിരുന്നു, വന്നിട്ടില്ല. ശരി, നമുക്ക് ആ പോയിന്റ് ഞാനത് പൂർണ്ണമായും തള്ളുന്നില്ല. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ നോക്കൂ, കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിൽ കോട്ട് ചെയ്തിരിക്കുന്ന SITയുടെ കണ്ടെത്തലുണ്ടല്ലോ, അവർ കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉത്തരവിൽ ഈ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് 2025 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും ചെന്നൈക്ക് കൊണ്ടുപോയത് 2019 മോഷണം മറയ്ക്കാനായിരുന്നോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി അന്ന് ആ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. SIT പിന്നെ മാസങ്ങൾ നീണ്ട അന്വേഷണം കഴിഞ്ഞ് ദാ ഇപ്പോൾ ഈ 2026 ജൂൺ മാസം അവസാനം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ കുറ്റകരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഈ തോന്നൽ? അന്വേഷണത്തിന്റെ മുൻഘട്ടങ്ങളിൽ ഒന്നും തോന്നാതിരുന്നത്? വളരെ സ്പെസിഫിക് ആയി കോടതി ആ സംശയം ഉന്നയിച്ചിട്ട് പോലും SIT ആ ആംഗിൾ പരിശോധിച്ചില്ല എന്ന ചോദ്യം സംഗതമാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡിനെ തുടരുത് എന്ന നിർബന്ധ ബുദ്ധി SITക്ക് ഉണ്ടായിരുന്നോ സർക്കാർ മാറുന്നത് വരെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ സംശയം എന്തായിരിക്കും? കറക്റ്റ് ആവില്ലേ? അല്ല, അങ്ങനെ ചോദിക്കാനും അങ്ങനെ സംശയിക്കാനുമുള്ള എല്ലാ ന്യായങ്ങളും താങ്കളുടെ ചോദ്യത്തിലുണ്ട്. അത്ര ന്യായങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല അഭിലാഷേ. പക്ഷേ ഈ ചോദ്യത്തിന്, താങ്കളിപ്പോൾ ഉന്നയിച്ച ചോദ്യത്തിന് പ്രശാന്ത് മുൻപ് തന്നെ മറുപടി നൽകിയിട്ടുള്ളതാണ്. ചാനൽ ചർച്ചകളിൽ തന്നെ, മാതൃഭൂമിയിൽ തന്നെ മറുപടി നൽകിയിട്ടില്ലേ പ്രശാന്ത്? ഇല്ലേ? കാരണം അന്ന് പിന്നെ ചെന്നൈക്ക് കൊണ്ടുപോകുമ്പോൾ സംഭവിച്ചത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഫോണിൽ ഈ വിവരം അറിയിച്ചു. ഫോണിൽ വിവരം അറിയിക്കുക അദ്ദേഹം പറഞ്ഞു, ഫോണിൽ അറിയിച്ചാൽ പോരാ, പിന്നെ എനിക്കത് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അതിന് തയ്യാറാവാതെ നേരിട്ട് ഈ സംഗതി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഫോണിൽ അറിയിച്ചതിന് ശേഷം അതൊരു അപ്രൂവലാണ് എന്നിവരങ്ങ് എടുത്തിട്ട്, അതാണ് പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് പരാതിയായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. പരാതി എന്നുള്ളത് ഞാൻ മാറ്റൊന്ന് പിൻവലിക്കുന്നു, റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനോട് അന്വേഷിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നതും പിന്നീട് SIT ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് എത്രയോ ചർച്ചകളിൽ അറിയുന്നതാണ്. അപ്പോൾ അപ്പോഴും അതിനുശേഷമുള്ള ചർച്ചകളിലും പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? പ്രശാന്ത് ഇപ്പോൾ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, എനിക്കെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ചാർജ് എന്നാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പം ഈ SITയെ പരിപൂർണമായിട്ടും മാറ്റി നിർത്താം. അവരവരുടെ പൊളിറ്റിക്കൽ ബോസസിന് വേണ്ടി ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിയാവാം, ചിലപ്പോൾ അത് CM തന്നെ ആവാം, എന്താണെന്നൊക്കെയുള്ളത് അവരുടെ പിന്നെ വ്യാഖ്യാനങ്ങളാവും, ഒരുപാട് അത് വരുന്നുണ്ട്. അതിൽ ആ വാദത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ? അങ്ങനെ പൊളിറ്റിക്കൽ ബോസസിന്റെ ഇംഗിതത്തിനൊത്താണ് SIT പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും അങ്ങനെ ആകണമല്ലോ. നമ്മൾ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്, ഇത് പാല് പോലെ പരിശുദ്ധമായ അന്വേഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് അതൊരു യൂട്ടേൺ ആണ് എന്ന ഒന്നാമത്തെ പ്രശ്നം. 2, ഈ പൊളിറ്റിക്കൽ ബോസസിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ എന്തിനാണ് ഈ പഴയ കോൺഗ്രസ്സുകാരനായ PS പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രനെയോ പോട്ടെ VN വാസവനെയോ ഒക്കെ ലക്ഷ്യം വെക്കാലോ? അതിന് പ്രശാന്തിനെ ലക്ഷ്യം വെച്ചിട്ട് വേണോ? അല്ലാതെ ഇപ്പോഴല്ല. ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നതൊന്നും ഇപ്പോഴല്ലല്ലോ, മുൻപ് തന്നെ നിലവിലുള്ളതാണല്ലോ. ഇപ്പോൾ ജനുവരി 9-നാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുന്നത്. ജനുവരി 9-നാണ്. അതിനുശേഷം പിന്നെ ഇവിടുത്തെ നമ്മുടെ കൊല്ലം കോടതി, സ്പെഷ്യൽ കോടതി എന്താണ് കണ്ടെത്തിയത്? ആ ഒരു ഉത്തരവിനെ സംബന്ധിച്ച് താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അങ്ങനെ എന്താണ് ഒരു ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്നാണ് എൻ്റെ ഓർമ്മ. എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അന്ന് പിന്നെ ജഡ്ജ്. അങ്ങനെ ഒരു ജഡ്ജിന് പറയാൻ കഴിയുമോ? നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അന്നും. ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് ഒരു ജഡ്ജ് തീരുമാനിക്കുന്നത്? സാക്ഷികൾ എത്ര പേരുണ്ടെന്ന് പോലും അദ്ദേഹത്തിനോ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന RV ബാബുവിനോ അറിയില്ല. ഏതൊക്കെയാണ് സാക്ഷികൾ, ആരൊക്കെയാണെന്നുള്ളത്
സാക്ഷിമൊഴികൾ എന്താണെന്നുള്ളത് അറിയില്ല. അത് SIT കൊടുത്തിട്ടുള്ള ഹൈക്കോടതിയിലാണ്. അപ്പോഴാണ് ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു ജഡ്ജി. അതടക്കമുള്ള കാര്യങ്ങളിൽ ആ ദുസ്വാധീനമുണ്ടെന്നേ, സ്വാധീനമല്ല ദുസ്വാധീനം തന്നെയാണ്. ഞാനും അത് ചർച്ച ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരും ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ഇനി പിന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് പ്രശാന്ത് പറയുന്നത് സംബന്ധിച്ച് താങ്കൾ ഉന്നയിച്ച സംശയം ശരിയാണത് പറയാം. അതങ്ങനെയാണെങ്കിൽ മുൻപുണ്ടായിട്ടില്ലേ? ഈ അന്വേഷണത്തിൽ ഈ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ ബോസസിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടില്ല മുൻപും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കൊടുക്കുന്ന റിപ്പോർട്ടിൽ SIT ഹൈക്കോടതിയിൽ ഈ 6 ആഴ്ച കൂടുമ്പോൾ സമർപ്പിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഒരു ഘട്ടത്തിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രവർത്തനം ശരിയല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം പൊളിറ്റിക്കൽ ബോസസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമാണ് എന്ന് വിദൂരമായൊരു സൂചന വരുന്ന പിന്നെ നിർദ്ദേശങ്ങൾ പോലും അല്ലെങ്കിൽ പരാമർശങ്ങൾ പോലും ഹൈക്കോടതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉണ്ടാവുന്നില്ലല്ലോ. ഇപ്പോഴെന്തെങ്കിലും വിമർശനം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പൊ വിമർശനത്തിന്റെ പ്രശ്നമല്ലല്ലോ വരുന്നത്. പ്രശാന്തിന്റെ പേര് വന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. അതല്ലേ, പ്രശാന്തിന്റെ പേര് വരുന്നു. അതിനെ സംബന്ധിച്ച് പ്രശാന്തിന് പറയാനുള്ളത് പ്രശാന്ത് പറയുന്നുണ്ട്. അത് പിന്നെ അദ്ദേഹം പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രേരിതമായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ SIT സംബന്ധിച്ചോളം രാഷ്ട്രീയ പ്രേരിതമായിട്ടായിരിക്കാം എങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ റിപ്പോർട്ട് അവർ കൊടുക്കാനിടയില്ല. ഹൈക്കോടതിയിൽ രാഷ്ട്രീയ പ്രേരിതമായ റിപ്പോർട്ട് കൊടുക്കാൻ SIT ധൈര്യപ്പെടും എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കൊടുത്തതുപോലെ തന്നെ അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ പല സ്വാധീനങ്ങളുണ്ടാവാം. പക്ഷേ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ രാഷ്ട്രീയ മുക്തമായ റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ കഴിയൂ. അങ്ങനെ ഹൈക്കോടതി പരിശോധിക്കൂ. അതിന് ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണല്ലോ അവിടെ ഇരിക്കുന്നത്, പ്രത്യേകമായിട്ടിരിക്കുന്നത്. ശരി. അതുകൊണ്ട് ഇപ്പോഴും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ കൂടി. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ പ്രശാന്തിൻ്റെ പ്രതിസ്ഥാനത്തേക്കുള്ള എൻട്രി മാത്രമല്ല, ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, തന്ത്രി അടക്കമുള്ള പ്രതികൾക്കെതിരെ ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഉണ്ട് എന്ന അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ കണ്ടെത്തലാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ തൊട്ടു മുമ്പ് ഉണ്ടായ സംഭവത്തിൽ, അതായത് കഴിഞ്ഞ ബോർഡിൻ്റെ കാലത്തുണ്ടായ സംഭവത്തിൽ മഹേഷ് മോഹനരും റഡാറിലാണ്. അത് ഫൈനലായിട്ട് ഇൻവോൾവ്മെന്റ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അന്വേഷണത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ആ തന്ത്രി അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലൊക്കെ വളരെ എതിർത്തുകൊണ്ട് SITക്കെതിരെ സംസാരിച്ചിരുന്ന കള്ളത്തെളിവ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ കോടതി തന്നെ പറയുന്നു, അല്ലെങ്കിൽ കോടതിയിൽ ലഭ്യമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഉണ്ടെന്ന്. കാര്യങ്ങൾ ഒന്ന്, കോടതിയിൽ പറഞ്ഞത് ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ഇത് SIT റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ്. അതന്നെയാണ് ഞാനും പറഞ്ഞത്. SIT ഓവർവെൽമിംഗ് ഉണ്ടെന്ന് പറയുന്നു. ഇനി രണ്ട്, ഈ SIT ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാരണങ്ങളിൽ പ്രധാനം അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്നാണ് SIT പറഞ്ഞത്. അയ്യപ്പൻ SITയോട് സംസാരിച്ചോന്നോ SIT അയ്യപ്പനോട് സംസാരിച്ചോന്നോ നമുക്ക് എന്തായാലും അറിയില്ല. രണ്ട്, ബഹുമാനപ്പെട്ട കൊല്ലം കോടതി വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ഏറ്റവും ബ്രില്യന്റ് ആയി കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്ത് കോടതി പറയുന്നത് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് തന്ത്രി, അതായത് ഒരു കണിക പോലും ഇല്ല തന്ത്രിക്കെതിരെ തെളിവെന്നാണ്. 2, there is nothing to place on record, യാതൊരു കാര്യവും റെക്കോർഡിലില്ല തന്ത്രിക്കെതിരെ എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഒരു കോടതി തന്നെയാണ് എന്ന് നമ്മൾ മറക്കരുത്. പക്ഷെ ഈ അവസരത്തിൽ അഭിലാഷിനോട് ആലങ്കാരികമായി പറയുകയാണ്, തന്ത്രിക്ക് 3 തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ തെറ്റ്, 2025 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കണ്ട് കായികമായി ഈ സ്വർണ്ണപ്പാളികൾ എടുത്തോണ്ട് പോകുന്നത് തന്ത്രി തടഞ്ഞില്ല. അത് കണ്ഠര രാജീവരുടെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു പിഴയാണ്. 2, അയ്യപ്പൻ അനുമതി കൊടുത്തപ്പോ, അല്ലെങ്കിൽ ആത്മീയമായ അയ്യപ്പൻ മനസ്സിൽ അനുമതി കൊടുത്തപ്പോ ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ടോ ഇമെയിലോ ഒന്നും തന്ത്രി സൂക്ഷിച്ചു വെച്ചില്ല. അത് തന്ത്രിയുടെ ഒരു തെറ്റാണ്. 3, വാജി വാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡ് ആഘോഷമായിട്ട് ശബരിമലയെ വെച്ച് പ്രയാർ സാറും അജയ് തറയിലും തന്ത്രിക്ക് കൊടുത്തപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തില്ല. ഇത്രയും മുൻകൂർ അറിവുണ്ടാകാനും 6 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനും കണ്ഠരര് ടോം ക്രൂസ് നമ്പൂതിരി എന്നൊന്നും അല്ലല്ലോ ആ തന്ത്രിയുടെ പേര്. കണ്ഠര് രാജീവനോ കണ്ഠര് മഹേഷ് മോഹനോ കണ്ഠര് ബ്രഹ്മ ആലോചിച്ച് നോക്കുക. ടോം ക്രൂസ് ഒന്നും ആവാതെ തന്നെ നടക്കാവുന്ന കാര്യം. ദൈനംദിനം കാണുന്ന
സ്വർണത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം മങ്ങി കറുത്ത് അത് ചെമ്പാണ് അല്ലെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്ന ഒരു സാധാരണ കോമൺ സെൻസ് അദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ. അതെ, മാതൃഭൂമിയെ ബഹുമാനത്തോടെ ഒരു മീഡിയ എന്ന് പറഞ്ഞ് പറയുകയാണ്, എല്ലാ വർഷവും അവിടെ ക്യാമറ അതിന്റെ മുമ്പിൽ വെച്ച് നിൽക്കുന്നതല്ലേ, നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത എന്താ? തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ? തന്ത്രി ഡെയിലി കാണുന്ന പോലെയാണോ വല്ലപ്പോഴും അവിടെ പോയി വിഷ്വൽ എടുക്കുന്നത്? മീഡിയക്കാർ എല്ലാ ദിവസവും അവിടെ ഉണ്ടല്ലോ. അതൊന്നും അല്ല ഇതിന്റെ കാര്യം. അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് CPM-ന് നേരെ മുന അല്ലെങ്കിൽ ആരോപണത്തിന്റെ മുനയും സംശയത്തിന്റെ മുനയും വന്നപ്പോ ശ്രദ്ധ തെറ്റിക്കാൻ തന്ത്രിയെ കള്ളക്കേസ് കുടുക്കി 41 ദിവസം ജയിലിലിടുക, അതായത് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാട്ടടക്കം CPM-ന് തിരിഞ്ഞുകുത്തി വിശ്വാസികളെ ചതിച്ചു CPM എന്ന ചിന്ത വന്നപ്പോ CPM-ന് രക്ഷ നേടാൻ വേണ്ടി SIT PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി. ഒന്ന് ആലോചിച്ചു, അഭിലാഷ റിമാൻഡ് റിപ്പോർട്ടിന്റെ വാർത്തകൾ വായിച്ചല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന്. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ SIT ആദ്യ ഘട്ടത്തിൽ നമ്മൾ എല്ലാം ആവേശത്തോടെ സ്വീകരിച്ചു. പിന്നീട് ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിയിൽ പറയുന്നത് പോലെ ഇലക്ഷൻ ആയപ്പം ഈ അന്വേഷണം വഴിമുട്ടി. എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നെങ്കിൽ ആക്റ്റീവായി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഇലക്ഷൻ ആണെങ്കിൽ വഴിമുട്ടില്ലല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജസ്റ്റിസ് ബദറുദ്ദീന്റെ പ്രമുഖമായ വിധിയിലെ 114 പേജുള്ള വിധിയിലെ അവസാനം, അദ്വൈതം എന്ന സിനിമയിലെ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന മോഹൻലാലിന്റെ പാട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ സന്ദർഭവും അങ്ങനെ തന്നെയാണ്. തന്ത്രിയെ ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി സ്വർണം തന്ത്രി എടുത്തു എന്ന് പറയുന്ന ആ ഘട്ടത്തിലെ പാട്ടടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. തന്ത്രിക്കെതിരെ യാതൊരു കുറ്റവുമില്ല. അത് 3 പേരാണെങ്കിലും 3 പേരും, ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, 3 പേരും ഇന്നേ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിക്കാത്തവരാണ്. ബ്രഹ്മശ്രീ കണ്ഠര് രാജീവനാകട്ടെ, ബ്രഹ്മശ്രീ മഹേഷ് മോഹനാകട്ടെ, ബ്രഹ്മശ്രീ ബ്രഹ്മദത്തനാകട്ടെ, ഇവരെ മനഃപൂർവ്വം സംശയത്തിന്റെ വലയിൽ നിർത്തി CPM-കാരെ രക്ഷിക്കാൻ പണ്ടത്തെ ലോയലിറ്റി കാരണം SIT ശ്രമിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ SITക്ക് ലോയൽറ്റി CPM-നോട് വേണ്ടല്ലോ, കോൺഗ്രസിനോടോ ഇപ്പോഴത്തെ ഭരണകൂടത്തോടോ മതിയല്ലോ. രമേശ് ചെന്നിത്തലാജിന്റെ വിശ്വാസമാണ്. അല്ല, അറിയില്ല, നോക്കാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ വസന്ത് സിറിയക്, എങ്ങനെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു എന്നതിന് ഇടതുപക്ഷത്തൊന്നും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് PK പ്രശാന്തിൽ നിന്നുള്ള ആരോപണം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്നുള്ളതാണ്. SIT രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു എന്ന ആരോപണം പ്രശാന്ത് ഉന്നയിക്കുന്നു. നിങ്ങളുടെ പഴയ നേതാവാണല്ലോ. ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ആരോപിച്ചത് പഴയ സർക്കാരിനോടോ അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിച്ച CPM-നോടോ ഉള്ള ലോയൽറ്റി കൊണ്ട് SIT തന്ത്രിയെ കൊടുക്കുന്നു എന്നുള്ളതാണ്. SIT യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ SITയെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസിനാണല്ലോ. ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. 1. 2, PS പ്രശാന്ത് കോൺഗ്രസിന്റെ പഴയ നേതാവാണല്ലോ എന്ന് പറഞ്ഞാൽ AKG EMSും പിന്നീട് തായ്വഴിയിൽ വന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ഞങ്ങളുടെ പഴയ നേതാക്കളായിരുന്നു എന്ന് പറയേണ്ടതായി വരും. ഞാൻ ഈ ചർച്ച ഏതാണ്ട് 1.5 വർഷം മുമ്പ് ആരംഭിച്ചപ്പോഴേ PS പ്രശാന്തിലേക്ക് ഈ ആരോപണം എത്തിയാൽ ഇവരുടെ പ്രധാന ഡിഫൻസ് അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളതായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വാദവും. അത് അങ്ങനെ തന്നെ എത്തുകയും ചെയ്തു. നോക്കൂ, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കള്ളന്മാരായിരുന്നു 2019 ദേവസ്വം ബോർഡെങ്കിൽ ആ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് അവർക്ക് നിന്നു പോകാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്ത കള്ളന് കഞ്ഞി വെച്ച ഏറ്റവും അടിപൊളി ഷെഫ് നളൻ എന്നൊക്കെ പറയില്ലേ, ആ നളപാചകം കള്ളന് വേണ്ടി നടത്തിയവരാണ് PS പ്രശാന്തും അവരുടെ കൂട്ടരും എന്നാണ് ഇന്ന് SIT കണ്ടെത്തിയിരിക്കുന്നത്. 1. 2, ഈ 2020 ജൂൺ മാസം 30-ാം തീയതി കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ട്. ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണമോ ദ്വാരപാലക ശില്പമോ പ്രതിഷ്ഠയോ പ്രതിമയോ എന്ത് തന്നെ ആവട്ടെ അത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അത് കോടതിയെ അറിയിച്ചാവണം എന്നുള്ളതുണ്ട്. അതെന്താ PS പ്രശാന്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ലേ? ഞാനിന്ന് പ്രശാന്തിൻ്റെ ഈ പറയുന്ന ന്യായീകരണ വാദങ്ങൾ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുഴുവൻ നമ്മൾ ഒറ്റ വരിയിൽ വായിച്ചെടുത്താൽ 2020 ശേഷമുണ്ടായി, അതായത് അദ്ദേഹത്തിൻ്റെ ബോർഡിന് പങ്കൊന്നുമില്ല, പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ബോർഡിന് പങ്കുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സമ്മതിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു 2019 ചാക്കിലാണ് ഇത് കെട്ടിക്കൊണ്ടുപോയത്, പക്ഷെ എൻ്റെ കാലത്ത് ക്രമങ്ങൾ അനുസരിച്ച് വളരെ കൃത്യമായി പാക്ക് ചെയ്താണ് കൊടുത്തുവിട്ടത്. നോക്കൂ, 2019 ചാക്കി കെട്ടി ദ്വാരപാലക ശില്പം, ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഡേറ്റ് തന്നെയാണ്, ദൈവം തന്നെയാണ്, അവരെ ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുപോയെന്ന് പിന്നീട് വന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇന്ന് തുറന്നു പറയുകയാണ്. ഇവിടെ എവിടെയാണ് പ്രശ്നം? 2019 ഇവർ കൊണ്ടുപോയി സ്വർണം പൂശാൻ കൊണ്ടുപോയി. ആ സ്വർണം പൂശാൻ കൊണ്ടുപോയ ശേഷം തിരിച്ചു വന്നതിൻ്റെ അകത്ത് സ്വർണ്ണമില്ലായിരുന്നു എന്നും സ്വർണത്തിന് കുറവുണ്ടായിരുന്നു എന്നുമുള്ള വാദം അന്ന് തന്നെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു എന്നാണ് SIT കണ്ടെത്തിയത്. ഇനി അതിന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്നാൽ അന്ന് കൊണ്ടുപോയ വിഗ്രഹം തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന സംശയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവർ അന്ന് കൊണ്ടുവന്ന ഒരു വാറണ്ടി കാർഡ് ഉണ്ടല്ലോ, 40 വർഷത്തെ
40 വർഷത്തേക്കുള്ള സ്വർണ്ണം പൂശലാണിത്. ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി? ഇപ്പം ഞാൻ പറയട്ടെ, ഗോൾഡ് പ്ലേറ്റിംഗ് ആഭരണങ്ങൾ ഇടുന്ന സ്ത്രീകളുണ്ടല്ലോ നമ്മുടെയൊക്കെ പരിചയത്തിൽ, അവർ പോലും ഈ ഗോൾഡ് പ്ലേറ്റിംഗ് കടകളിൽ ചെന്നാൽ പോലും 1 വർഷത്തെ വാറണ്ടി കാർഡ് കൊടുക്കും. 1 വർഷത്തിനിടയിൽ അത് മങ്ങലോ പൂപ്പലോ തൊങ്ങലോ ഒക്കെ പിടിച്ചാൽ ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് ആ കടകളിൽ ചെന്ന് പറഞ്ഞാൽ അത് മാറ്റി കിട്ടും. അതാ 1 ഇയർ വാറണ്ടി എങ്കിലും മിനിമം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പോലും കൊടുക്കുന്നിടത്താണ് ഇത്രമാത്രം വലിയൊരു പ്രാധാന്യമർഹിക്കുന്ന ദൈവസ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ തന്നെ ശില്പം അത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വാറണ്ടി കാർഡ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മുമ്പിൽ ഇത് 2023 ഇത് കൊടുത്തുവിടുമ്പോഴുള്ള PS പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അതിനു മുമ്പ് കൊടുത്തുവിട്ട ഈ പറയുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് ഏജൻസിയിലേക്ക് വിളിച്ച് ചോദിക്കണ്ടേ, 40 വർഷത്തെ നിങ്ങളുടെ വാറണ്ടി ഇല്ലേ, അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ ഇത് പണിത് തരണ്ടേ, ഇത് എന്തുകൊണ്ടാണ് ഇത് മങ്ങിയത് എന്നൊരു ചോദ്യം പറഞ്ഞേ. അതുപോലും ചോദിക്കാതെ ഇതാ കുഴപ്പമില്ല, ഇത് മങ്ങലുണ്ടായല്ലോ, അപ്പോൾ അയ്യപ്പ ഭക്തർ വരുമ്പോൾ മങ്ങലുണ്ടാവാൻ പാടില്ല, തിളങ്ങി അങ്ങ് നിൽക്കട്ടെ, അതുകൊണ്ട് ഒന്നുകൂടെ പൂശിയേക്കാം എന്നുള്ള നിലപാടെടുത്തത്, അയ്യോ അത് കണ്ണും പൂട്ടി പൂച്ച പാല് കുടിക്കുന്നത് പോലെയായിരുന്നു പ്രശാന്ത് എടുത്തത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൃത്യമായി SIT പറഞ്ഞിട്ടുമുണ്ട്. ഇനി SITയുടെ രാഷ്ട്രീയ പേട്രണേജ് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും പിതൃത്വം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും കോൺഗ്രസിനില്ല. എന്തായിരുന്നു മുമ്പ് SITയെ പറ്റി ഇവരുടെ വാദം? ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു SITയിൽ അനാവശ്യമായ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്, അന്വേഷണം പതിയെയാണ് പോകുന്നത്. അത് കോടതിയും പറഞ്ഞു, വിവിധ വിധികളിൽ കോടതിയും പറഞ്ഞു, നിങ്ങളിങ്ങനെ ആമേപ്പോലെ നടന്നു വന്നാൽ പോരാ, നമുക്കിതിൽ സ്പീഡ് വേണമെന്ന് കോടതി വരെ പറഞ്ഞു. അന്ന് CPMന്റെ പ്രതിനിധികൾ, ഈ ചർച്ചയിൽ CPMന്റെ പ്രതിനിധി ഇല്ല, CPMന്റെ പ്രതിനിധികൾ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്ന വാദം? SITയുടെ മേൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്തമില്ല, ഞങ്ങൾക്ക് കൈയടത്താൻ പറ്റില്ല. കാരണം എന്താ? ഹൈക്കോടതി നിന്ന് നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത, ഞാൻ അന്നും ഒരു വാക്ക് ഉപയോഗിച്ചു, ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരെ അന്നത്തെ സർക്കാർ ഹാൻഡ് കഫ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാനൊന്ന് പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞു അങ്ങനല്ല, ഇത് ഹാൻഡ് പിക്ക് ചെയ്തതാണ്, ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തവരാണ്, അവരുടെ കയ്യിൽ പിടിക്കാൻ സർക്കാരിന് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അതേ വാദം ഞങ്ങൾ എടുക്കുകയാണ്. ഞങ്ങൾ വന്നതിന് ശേഷം 10 സെക്കൻഡ് അവസാനിപ്പിക്കാൻ അഭിലാഷ്, ഞങ്ങൾ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ SITയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയോ ബന്ധപ്പെടുകയോ കാണുകയോ ചെയ്തോ? ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് സ്വാഭാവികമായും ഹൈക്കോടതി ആ ഒറ്റ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, അവർ ഹാൻഡ് പിക്ക് ചെയ്തവരുടെ നേരെ ഹാൻഡ് കഫ് ചെയ്യാൻ പോയിട്ട് അവരെ ഒരു ടാറ്റ കാണിക്കാൻ പോലും ഈ സർക്കാർ തയ്യാറാവില്ല. ഇത് അയ്യന്റെ സ്വത്താണ്, വിശ്വാസികളുടെ വികാരമാണ്, അതിന് ഈ സർക്കാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഈ SITക്ക് ഏത് വഴിയും പോകാം, പക്ഷേ അവർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാക്കിന് വഴപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ കൃത്യമായി സർവൈലൻസോടുകൂടി ഈ സർക്കാർ ഉണ്ടാകും. ശരി. അതിൽ ശ്രീ TK രാജഗോപാൽ, ഈ കേസ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുകയാണോ? 2 മാസം കൂടെ കഴിഞ്ഞാൽ 1 വർഷമായി എന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് SITയെ സംബന്ധിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട ബാധ്യത ഉണ്ട്. ഇടയ്ക്ക് പല തരത്തിൽ വഴിതിരിഞ്ഞുപോയി, വിശ്വാസക്കൊള്ള, ആന്റിക്, വിദേശ ബന്ധം, ഇങ്ങനെ 100,000 കഥകൾ, പലതും കെട്ടുകഥകൾ ഇതിലേക്ക് വന്നു. ഇപ്പോൾ എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് 2019-ലും 2025-ലും എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് SITക്ക് ഒരു കേസുണ്ട്, അത് മുന്നോട്ട് പോകുന്നു. ഈ കേസ് കൺക്ലൂഡ് ചെയ്യുകയാണെന്ന് നമുക്ക് വിചാരിക്കാമോ? അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അഭിലാഷ്. ഇനിയിപ്പോൾ ഇതിനകത്തിൽ ഈ 19 മുതൽ 25 വരെ ഈ നടന്ന 2 സംഭവങ്ങൾക്കകത്ത് നിന്ന് വേറെ ഒരു തിരിവ്, ഒരു ഡൈവേർഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല ഇതിനകത്തിൽ. കാരണം ഇത് കൃത്യമായിട്ടാണ് പോകുന്നത്. SITയുടെ അന്വേഷണം കോടതി നിരീക്ഷിക്കുകയാണല്ലോ, ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് നിരീക്ഷിക്കുന്നത് കൊണ്ട് അവർ പലതവണ അത്തരം കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അവർക്കറിയാം, അവരാണല്ലോ ഇത് ആദ്യം കണ്ടുപിടിച്ചത് തന്നെ. 4.5 കിലോ തൂക്ക വ്യത്യാസം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം കോടതി തന്നെയാണല്ലോ ചോദിച്ചത്. അപ്പോൾ കോടതിക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോകുകയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എനിക്കതിനകത്തൊരു സങ്കടം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കടം ഒരു ഭക്തൻ എന്നുള്ള നിലയിലൊരു സങ്കടം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ കൊല്ലം വിജിലൻസ് കോടതി അന്ന് തന്ത്രിയുടെ ജാമ്യം കേട്ട ശേഷം, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത ശേഷം പറഞ്ഞത് ഒരു കണികയുടെ അംശം പോലും, അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞത് ഹൈക്കോടതി മാറ്റി ദേവസ്വം ബെഞ്ച് ആ പരാമർശം നീക്കം ചെയ്തില്ലേ? നീക്കം ചെയ്തായിട്ട് ഞാനത് വായിച്ചായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ആ പരാമർശം നീക്കം ചെയ്ത് അവർക്ക് അങ്ങനെ ഒരു കീഴ്ക്കോടതിക്കാനായിട്ട് ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളൊരു മട്ടിൽ അത് നീക്കം ചെയ്തായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. ശരി, തെറ്റാണെങ്കിൽ തിരുത്താം കേട്ടോ, തെറ്റാണെങ്കിൽ തിരുത്താം. ഞാനത് വായിച്ചെനിക്ക് നീക്കം ചെയ്തില്ല. പരാമർശം അന്വേഷണത്തെ ബാധിക്കരുത് എന്ന് പറഞ്ഞു, അങ്ങനെയാണ് ആ പരാമർശം സ്റ്റേ ചെയ്തത്. നീക്കം ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്യുകയാണ് അല്ലേ? അന്വേഷണത്തെ ബാധിക്കരുതെന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ എനിക്കന്ന് അവിടെ പറഞ്ഞു വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ പറഞ്ഞതുപോലെയാണ്. ഈ പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ രാഹുലിനൊക്കെ അറിയാവുന്നതുപോലെയാണ്. വളരെ പവിത്രമാണ് ഉത്സവബലിക്കൊക്കെ ഹവിസ് അർപ്പിക്കുന്നതാണ്. അവരൊക്കെ ഇതിനെ സ്ഥിരമായിട്ട് അതേ തൊട്ട് വണങ്ങിയിട്ടുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം. അതുകൊണ്ടാണ് മഹേഷ് മോഹനർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അവിടുത്തെ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലകരുടെയും കട്ടളപ്പാളിയുടെയൊക്കെ അവസ്ഥ എന്താണ്? അതിനകത്തിലൊക്കെ 12ഓ 13ഓ തുളകളാണ് വീണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം അതിനകത്തിലെ ആ ചെമ്പും കരിങ്കല്ലും ഒക്കെ തെളിഞ്ഞ് കിടക്കുകയാണത്. അപ്പോൾ അങ്ങനെ കിടക്കുന്നത് അതൊന്ന് പരിഹരിച്ചെടുക്കുന്നതിനായിട്ട് പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. SITയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കട്ട് ചെയ്തെടുത്തതാണ്. തെളിവ് ശേഖരിക്കുന്നതിനായിട്ട് ലാബിൽ കൊണ്ടുവന്നതിനായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ ആ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അദ്ദേഹമാണ് റിക്വസ്റ്റ് ചെയ്തത്. അദ്ദേഹം ദേവസ്വം ബോർഡിനോട് മഹേഷ് മോഹൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇതൊന്ന് അടയ്ക്കണം. ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണമുണ്ടല്ലോ, ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണമുണ്ട്, അതെടുത്തിട്ട് ഇതൊന്ന് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ 3-4 മാസമായെന്ന് തോന്നുന്നു അല്ലേ. 3-4 മാസമായി അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ കേസ് നടക്കുകയല്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ തെളിവിന് വേണ്ടിയിട്ടൊക്കെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം അത് തന്നെ ആർക്കും ഒരു ധൈര്യം വരുന്നില്ല. ഈ വലിയ കൊള്ളയ്ക്ക് ശേഷം ഒരാൾക്ക് പോലും അവിടുത്തെ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞത് സങ്കടത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാൻ കാരണം 2 തന്ത്രിമാരും ഇനിയിപ്പോൾ സീസൺ വരാൻ പോവുകയാണ്. ഇപ്പോൾ ചിങ്ങമാസമാകുമ്പോഴത്തേക്ക് തന്ത്രിയുടെ സ്ഥാനം മാറും. ഇപ്പോൾ മഹേഷ് മോഹൻ അവിടെ നിന്ന് മാറും അവിടെ. അപ്പോൾ അതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെയും മഹേഷ് മോഹനർക്കെതിരെ വന്നൊരു സംശയം. ഇങ്ങനെ കുറച്ച് ആളുകൾ ഒരു 4-5 പേരുടെ പേരിലാണ് മഹേഷ് മോഹനയുടെ പേര് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് വളരെ കാഷ്വലായിട്ട് വന്നു പോയതാണ്. കാരണം അദ്ദേഹം ഈ ഗോവർദ്ധൻ്റെ ബാംഗ്ലൂരിലെ ജുവലറിയുടെ എന്തോ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയിട്ടുണ്ട്, ഒരു വിളക്ക് കൊളുത്താൻ പോയിട്ടുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. പയ്യനാണ്, വലിയ പ്രായമുള്ള ആളല്ല അദ്ദേഹം. അങ്ങനെ ഒരു വിളക്ക് കൊളുത്താൻ പോയി എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ ഒരു പങ്കാളിത്തം ഉള്ള ആളായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നിരിക്കുന്നത്. പിന്നെ ഈ വരാൻ പോകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഈ 2 വലിയ തന്ത്രിമാരും മാറി നിൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ അവിടുത്തെ ഒരു സംഭവം വരാൻ പോകുന്നത്. ഇപ്പോൾ ചിങ്ങത്തി തന്ത്രി മാറും, അതിനുശേഷം സീസൺ വരികയാണ്. സീസൺ തുലാമാസ വൃശ്ചിക സീസൺ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് മോഹൻ മോഹനൊരു തന്ത്രിയാണ്. അദ്ദേഹമാണ് അവിടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേറെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടത്. വർഷങ്ങൾ എത്ര ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട്. എന്നിട്ട് അയ്യപ്പ സംഗമത്തിന് വിളക്ക് കൊളുത്തിയതാരാണ്? അയ്യപ്പ സംഗമത്തിന് അദ്ദേഹമാണ് വിളക്ക് കൊളുത്തിയത് അല്ലേ. വിളക്ക് കൊളുത്തത് ശ്രീ മോഹനൊരു തന്ത്രിയാണ്. അദ്ദേഹം ഇപ്പം തിരുനക്കര അമ്പലത്തിലും ചെങ്ങന്നൂർ അമ്പലത്തിലേക്ക് പ്രധാന തന്ത്രിയെ കൊടിയേറ്റ് നടത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ പിന്നെ എന്തിനാണ് ശബരിമലയിൽ മാറ്റി നിർത്തുന്നത്? അദ്ദേഹം മാറി നിൽക്കപ്പെടുകയാണ്. അതിനുശേഷം വരുന്ന സീനിയോറിറ്റി പ്രകാരമാണെങ്കിൽ രാജീവരാണ് വരേണ്ടത്. ഇപ്പോൾ രാജീവരുടെ പേരിൽ ഈ 3ാമത്തെ FIRലും എന്തെങ്കിലും നടപടികളിലേക്ക് വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ മകന് ബ്രഹ്മദത്തനുണ്ട്. അവർ ചെറിയ പറഞ്ഞില്ലേ, അത് പ്രായം കുറഞ്ഞ പരിചയസമ്പന്നത വരുന്നതേ ഉള്ളൂ, ആർജിച്ചു വരുന്ന തന്ത്രിമാരാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ 2024 ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്നുള്ളൊരു മട്ടിൽ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളത് ബോധ്യപ്പെടുത്തി, ഞങ്ങൾ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു, സ്പെഷ്യൽ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിത് ഇളക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ അതെന്നെ എഴുതി അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു വലിയ രോഷമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. അതാണ് നേരത്തെ പറഞ്ഞ 23 വിധി അങ്ങനെയാണ് നിൽക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകണം, അദ്ദേഹം അറിയണം, അദ്ദേഹം അറിഞ്ഞിട്ടേ ചെയ്യാവൂ അത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിട്ടുണ്ടോ അവിടെ? അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇരുട്ടി നിർത്തിയത്? ഇങ്ങനെയൊക്കെ ചില സംശയങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രശാന്ത് ഈ സ്ഥാനത്തേക്ക് വരുന്നത്. 2 തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ 7 പേരും അങ്ങനെയുള്ള രാഷ്ട്രീയ 7 പേരില്ല, മുരാരി ബാബു മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റ്6 പേരുടെ കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനം വരാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അറസ്റ്റിൻ്റെ ആവശ്യം വരത്തില്ലായിരിക്കാം കാരണം ബാക്കി എല്ലാവരും ഇതിനകത്ത് തെളിവെടുത്തിട്ടുണ്ട്. ഒരു മെമ്പറുടെ കാര്യത്തെ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്ത് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നോക്കാം നമുക്ക്. ശ്രീ RV ബാബു, ഇപ്പം എന്തായാലും അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഹൈക്കോടതി സംതൃപ്തമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അന്വേഷണ സംഘത്തെ ഇതുവരെയും ഹൈക്കോടതി ശാസിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നതുകൂടി കണക്കിലെടുത്താൽ ഇപ്പോൾ ആ ആളെ പ്രതി ചേർത്ത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, ഇന്ന ആളെ പ്രതി ചേർത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുന്നതിനപ്പുറത്ത് എന്താണ് അന്വേഷണ സംഘത്തിന്റെ SITയുടെ കൺക്ലൂഷൻ? അതിൽ കോടതിയുടെ ബോധ്യം എന്താണെന്ന് അറിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ, അല്ലാതെ ഇനിയിപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങളുണ്ടോ? അഭിലാഷൻ, നമ്മളിത് ഈ ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിലാണ്. നമുക്ക് വളരെ വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മോണിറ്ററിങ്ങിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ സംബന്ധിച്ചാണ് സത്യത്തിൽ
ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്ക് എത്താൻ ഇതുവരെ SIT കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഞാൻ എത്തുന്നത്. ഈ വേഗമായിട്ട് ഞങ്ങൾ എല്ലാ റിപ്പോർട്ടും എല്ലാം സമാഹരിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ SITയുടെ കയ്യിൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, SITയുടെ കയ്യിൽ ഈ പറയുന്ന തരത്തിലുള്ള ഈ കുറ്റക്കാരായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന ആളുകൾക്കെതിരെ അവർക്ക് ശിക്ഷ കിട്ടുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ സമാഹരിക്കുന്നതിൽ SITക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വ്യക്തമായ ധാരണയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കോടതി ഈ പറയുന്ന കാര്യത്തിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു, SITയുടെ അന്വേഷണത്തെ പുകഴ്ത്തുന്നു. അതല്ലാതെ കോടതിക്ക് എന്താണ് വഴി? കാരണം കോടതി തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥന്മാരാണ്. അതിലെ ഓരോ ആളെയും പേര് പറഞ്ഞ് തിരഞ്ഞെടുത്തതാണ്. അല്ലാതെ ഒരു തലവനെ തിരഞ്ഞെടുത്തിട്ട് അയാളോട് നിങ്ങളൊരു അന്വേഷണം ടീമിനെ നിശ്ചയിക്കുന്നു അല്ല കോടതി പറഞ്ഞ്. ഓരോ അംഗത്തെയും കേരള ഹൈക്കോടതി തന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്വേഷണ സംഘത്തെ തള്ളിപ്പറയാൻ കോടതിക്കാവുമോ? കോടതിക്കാവില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സാമാന്യ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് കോടതി എപ്പോഴും ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അന്വേഷണത്തിൻ്റെ സമയം നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതെന്താണ് ഇനി തെളിയാനുള്ളത്? എന്താ കണ്ടെത്താൻ പോകുന്നത്? ഇപ്പോൾ ഇതിനിടയ്ക്ക് അന്വേഷണത്തിൻ്റെ ഗതി തിരിച്ചുവിടാനായിട്ട് ഇടയ്ക്ക് അഭിലാഷ് ഓർക്കുന്നില്ല, ഒരു ഡിണ്ടിഗൽ മണി. എന്തായിരുന്നു ഡിണ്ടിഗൽ മണിയുടെ കാര്യം? ഡിണ്ടിഗൽ മണി എന്നും പറഞ്ഞ് നമ്മൾ ഒരാഴ്ചക്കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ഇല്ലേ? ഞാൻ പറയുന്നത് നമുക്ക് സത്യത്തിൽ വളരെ വല്ലാത്ത സങ്കടം. കാരണം നമ്മളൊക്കെ വളരെ അന്ന് ഈ മണിയിലേക്കൊക്കെ പോയത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വ്യവസായിയിൽ നിന്ന് കിട്ടിയ ഒരു രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹമാണ് ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രി. സാങ്കേതികമായി SIT കോടതിക്ക് കീഴിലാണെങ്കിലും ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണ്. അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം കണ്ടുപിടിക്കും. അതെ, അദ്ദേഹം കണ്ടുപിടിക്കുന്നു വിചാരിക്കാം നമുക്ക്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഡിണ്ടിഗൽ മണിയെ കുറിച്ച് പറയുന്നില്ല. ഡിണ്ടിഗൽ മണിയെ കുറിച്ചോ അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ളൊരു കാര്യമേ പറയുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ല. നമുക്കിവിടെ അടിസ്ഥാനപരമായിട്ട് ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് നടന്ന കൊള്ളയെ സംബന്ധിച്ച് നമ്മൾ ഗുരുതരമായി ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഈ ഞാനതുകൊണ്ട് പറഞ്ഞത് ഒരു കൺക്ലൂസീവായിട്ട് നമുക്ക് ശിക്ഷിക്കപ്പെടും, ഇവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടും. ഇനി ഇവരുടെ ഈ ഒരു ശിക്ഷ വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ ആളുകൾ അതൊരു ഗൗരവമായിട്ട് കാണും എന്ന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു സംഭവവും ശബരിമലയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യം. ഞാൻ അതുകൊണ്ട് അന്നും ഇന്നും പറയുന്നു, ഈ പ്രതികളാരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ. കാരണം അതിന് തക്ക രീതിയിൽ ഒരു സാധാരണഗതിയിൽ നമ്മൾക്ക് എത്രയോ കാലമായി ഇത്തരം കേസുകളൊക്കെ കാണുകയും ഇത്തരം കേസുകളിലൂടെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പഴക്കം വെച്ചിട്ട് പറയുന്നതാണ്. അല്ലാതെ വേറെ ഞാനൊരു നിയമവിദഗ്ധനോ വക്കീലോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഇത്തരം കേസുകൾ കേട്ടും അല്ലെങ്കിൽ അതിൻ്റെ പരിചയിച്ചുമുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയുന്നത് ആണ്. അതുകൊണ്ട് കാരണം ഇപ്പോൾ ഇവിടെ ഇന്ന് പ്രശാന്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കാരണം എന്താണെന്നറിയാം? അഭിലാഷ് ശ്രദ്ധിച്ചോ? അതായത് ഞങ്ങൾക്ക് ഈ കേസ് മറച്ചു വെക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ കോടതി ആവശ്യപ്പെട്ട പ്രകാരം ഈ ഫയൽ ഞങ്ങൾക്ക് കൊടുക്കാതിരുന്നാൽ പോരെ എന്നാണ്. ഇതിൽ പരം മണ്ടത്തരം വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ഫയലിൽ ഞങ്ങൾക്ക് തിരിമറി നടത്തിയാൽ പോരെ എന്നാണ്. സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന ഒരു കാര്യമാണോ അദ്ദേഹം പറയുന്നത്? അങ്ങനെ ചെയ്യാൻ ദേവസ്വം ബോർഡിന് സാധിക്കുമോ? അഥവാ അങ്ങനെ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ദേവസ്വം ബോർഡ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണോ പ്രശാന്ത് പറയുന്നത്? സ്വയമേവ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് വെച്ചാൽ ഇത്തരം രേഖകളൊക്കെ മറച്ചു വെച്ചിരുന്നു എന്നാണോ അതിനർത്ഥം? മറ്റു പല രേഖകളും ഇതിലൊക്കെ മറച്ചു വെക്കാറുണ്ടോ? അപ്പോൾ സ്വയം ഇങ്ങനെ ഈ എന്താ പറയുക, പെരുവഴിയിൽ തുണിയഴിഞ്ഞ പോലെ സ്വയം അങ്ങനെ അനാവൃതനാവുകയാണ്. ഞങ്ങൾ തുടക്കം മുതലേ പ്രശാന്തിന്റെ പങ്കിനെ സംബന്ധിച്ചും ഈ ഒളിച്ചു വെക്കാനുള്ള അദ്ദേഹത്തിന്റെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ട് പ്രശാന്തിലേക്ക്, ഞാനതുകൊണ്ട് കഴിഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ടൈമിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താത്തത്? കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ സാധിച്ചു എന്ന് SIT പറയുന്നു. എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ സാധിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വസിപ്പിച്ചല്ലോ കടകംപള്ളി സുരേന്ദ്രനെയും. ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകാത്തത് എന്നുള്ള ചോദ്യത്തിന് ആരും ഒരു ഉത്തരം പറയുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്നു. നമുക്ക് എന്തായാലും റിപ്പോർട്ട് വരുമ്പോൾ എന്താവും എന്നുള്ളത് കുറ്റപത്രം വരുമ്പോൾ. ശരി, ശ്രീ ജയചന്ദ്രൻ, ഇവിടെ കൗതുകകരമായിട്ടുള്ള കാര്യം, ഇപ്പൊ ഈ
കേസ് നമ്മൾ 10 മാസം ആയി ചർച്ച ചെയ്യുകയാണ്, അന്വേഷണം നടക്കുകയാണ്, കോടതി അതിങ്ങനെ മെറ്റിക്കുലസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബെഞ്ച്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ഉത്തരവ് വായിച്ചാലും ആകപ്പാടെ ഇതിൽ നടന്നിട്ടുള്ള കാര്യം 1/2 കിലോയിൽ താഴെ സ്വർണം, ക്ലാഡ് ചെയ്തിരുന്ന സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ഉരുക്കി, എന്നിട്ട് ബാക്കി പൂശി, പിന്നെ ഈ കമ്പനി സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ പങ്കിട്ടു ബാക്കിയുള്ള സ്വർണം എന്നുള്ളതാണ്. അത് ഏതാണ്ട് 1/2 കിലോ, അതിൽ ഒരല്പം കൂടുന്ന എമൗണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു കള്ളത്തരത്തിന് വേണ്ടി ഇത്രയും വലിയ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും കൂടി കൊളൂഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1/2 കിലോ സ്വർണം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലുതാണ്. പക്ഷേ ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡിലുള്ള ആസൂത്രണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നത് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു സംശയം തോന്നാമല്ലോ, ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ. 1/2 കിലോ സ്വർണ്ണമൊന്നുമല്ല എന്തായാലും അഭിലാഷേ, അത് അക്കാര്യത്തിൽ പിന്നെ ഒരു സംശയമില്ല. കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മനഃപൂർവ്വം നഷ്ടം വരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി സുമാർ 2.5 കിലോ സ്വർണം എന്ന് പറഞ്ഞാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ വാചകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ തുമ്പ് പിടിച്ചാണല്ലോ SIT അന്വേഷണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഇത് മാത്രമല്ല, ഹൈക്കോടതി ഡിസംബർ 6-നാണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ നവംബർ 6-നോ, നവംബർ 6-നോ ഡിസംബർ 6-നോ ആണ് ഒരു ഉത്തരവ് പിന്നെ ഇട്ടിരുന്നു. അതിൽ പറയുന്നത് 2005 മുതലുള്ള ചരിത്രം അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ആ അന്വേഷണത്തിലേക്ക് ഇതുവരെ SITക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന് കാരണം ഇതടക്കമുള്ള മെറ്റലർജിക്കൽ ലാബിൽ കൊടുത്ത റിസൾട്ട് വരുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. മറ്റു ചില അന്വേഷണങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇനിയിപ്പോൾ പിന്നെ ഉടനെ ഇപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ കൊണ്ട് ഈ അന്വേഷണം സമർപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ഓർഡർ കിടക്കുകയാണല്ലോ, ആ ഉത്തരവ് കിടക്കുകയാണല്ലോ. ഈ 2005 മുതൽ 20 വർഷം ബാക്ക് എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ 2025-ൽ പറയുമ്പോൾ 20 വർഷം പിന്നോട്ടുള്ള അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ 2005 അപ്പോൾ 2005 മുതലുള്ള 2005 എന്നുള്ള ഇയർ സ്പെസിഫിക് അല്ല, പക്ഷേ 20 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്? അത് എന്തൊക്കെയാണ് അന്വേഷണത്തിലേക്ക് വരേണ്ടത്? അതൊക്കെ ഇരിക്കുന്നു. അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത് പിന്നെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ ആരാണ് പറഞ്ഞത്? അരവിന്ദ് ബാബു അല്ലേ പറഞ്ഞത്? ഈ മറ്റ് കടകംപള്ളി മാത്രമല്ലല്ലോ. ഇപ്പോൾ ഇത് എവിടേക്കാണ് ചെന്നത്? ആൻ്റണി ഇതും കൊണ്ട് എവിടെയാണ് പോയത്? അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിച്ചില്ലേ? ഇതൊക്കെ അലിഗേഷൻസ് ആണോ അതോ അത്തരം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ടോ? ഇതൊക്കെ നിശ്ചയിക്കുന്നതിന് എങ്ങനെയാണ്? അതും ഹൈക്കോടതിയുടെ ഈ SIT അന്വേഷണത്തിൽ കൂടെ ഹൈക്കോടതി ഏത് തരത്തിലാണ് അതിനെ വിലയിരുത്തുന്നത്, അതിന് തുടർച്ചയായിട്ടാണല്ലോ വരേണ്ടത്. അപ്പോൾ അത് വെറും അലിഗേഷൻസ് ആണോ അല്ലെങ്കിൽ ഈ പ്രൊപ്പഗണ്ട അലിഗേഷൻസ് ആണോ? അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ആര് പരിശോധിക്കണം? അതൊക്കെ SIT കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പരിശോധിച്ചാൽ മതിയാകും എന്നുള്ളതാണല്ലോ ഇപ്പോൾ കേസ് നിൽക്കുന്നത്. അപ്പോൾ അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗം ആദ്യം 19 മുതൽ 25 വരെ പറഞ്ഞു, അത് കഴിഞ്ഞ് 18 മുതൽ 25 വരെ ആക്കി, പിന്നീട് 16 മുതൽ 25 വരെ ആക്കി, പിന്നീടാണ് 20 വർഷം ബാക്കിലേക്ക് അന്വേഷിക്കാൻ പറയുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു മുമ്പോട്ട് പോക്ക് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ അകത്ത് മറ്റൊരു ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം അഭിലാഷേ. ഈ ഒരു കാര്യമുള്ള ഈ തെളിവുകൾ എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പിന്നെ മാതൃഭൂമി ചാനൽ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മളെങ്ങനെയാണ് ഈ തെളിവുകൾ കാണുന്നത്? നമുക്കെങ്ങനെയാണ് കാണാനുള്ള അവസരം ഉണ്ടാവുക? ഇപ്പോൾ കൊല്ലത്തെ ജഡ്ജിക്ക് പോലും കാണാൻ അവസരം ഉണ്ടാകാതെയാണ് പുള്ളി പറഞ്ഞത് ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത്. അതങ്ങനെ എഴുതി വെക്കുന്നത് ഏതാ അല്ല, അങ്ങ് പറഞ്ഞിട്ട് പറയാം. ഓക്കെ. അല്ല, അതുകൊണ്ടാണല്ലോ പിന്നീട് ഡിവിഷൻ ബെഞ്ചിന് അത് സംബന്ധിച്ച് പറയേണ്ടി വന്നത്. അങ്ങനെ പറയാമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് സ്റ്റേ ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് സ്റ്റേ ചെയ്തതെന്നൊക്കെ ഉള്ളത് ആ ഉത്തരവിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെന്നല്ല, ബദറുദ്ദീൻ്റെ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ
ജാമ്യാപേക്ഷയിൽ വന്ന വിഷയമുണ്ടല്ലോ, അതടക്കമുള്ള കാര്യങ്ങളിൽ പിന്നെ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ ചർച്ച ചെയ്യാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വ്യക്തമായ വിയോജിപ്പുകളുണ്ട്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, അടക്കമുള്ള ജാമ്യാപേക്ഷയിലെ വിധിന്യായത്തിൽ. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിലിപ്പോ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കുറെ കാലമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് പുതുതായി ഒന്നും ഈ റിപ്പോർട്ട് കോട്ട് ചെയ്ത് കോടതി പറയുന്നില്ല. അതിനർത്ഥം പുതുതായി ഒന്നും, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഏതെങ്കിലും ഏരിയ ഈ അന്വേഷണ സംഘം കണ്ടുപിടിച്ചിട്ടില്ല. തെളിവ് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇതിനപ്പുറത്തേക്ക് പോകാൻ SITക്ക് പറ്റാത്തതാണോ? നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സ്വർണം എന്ന് പറഞ്ഞാൽ ഏത് സ്വർണ്ണമാണ്? ഇവിടെ ഒന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പം അഴിച്ചു കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി. അപ്പോൾ പൂശിയതിന് ശേഷം ബാക്കി വന്ന സ്വർണം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് കൂലിയായിട്ട് എടുത്ത സ്വർണവും പിന്നെ ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞ് വാസുവിന് കത്തയച്ച ഇദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ള സ്വർണവും, ഈ രണ്ട് സ്വർണ്ണമല്ലാതെ വേറൊരു സ്വർണം ഉള്ളതായിട്ട് ഇപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന്റെ ഈ കൊള്ളയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇപ്പോഴും നമ്മളിതായി 10 മാസം കഴിയുമ്പോഴും എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെയല്ലേ നിൽക്കുന്നത്? മുമ്പോട്ട് പോയിട്ടുണ്ടോ? നേരത്തെ ഒരു കാര്യം കൂടി, ശ്രീ 2 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ RV ബാബു പറഞ്ഞത് 100 അല്ല 101% ശരിയാണ്. വളരെയേറെ അനുഭവപരിചയവും പക്വതയുള്ള ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ സത്യം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടേണി പറഞ്ഞ കാര്യം നമുക്കെല്ലാം അറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു തരത്തിൽ മനസ്സിൽ വിഷമവും ബാക്കി നിർത്തുന്നുണ്ട്. നമ്മളെല്ലാം ഒരു ക്ലീനപ്പിന്റെ മോഡിലേക്ക് ഹൈക്കോടതി വരും, ഞാൻ ഹൈക്കോടതി കാന്താര മോഡിലാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവസാനം മറ്റേ തിലകൻ സിനിമയെ പറഞ്ഞ പോലെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, അമ്പ്, വില്ല്, അവസാനം പവനായി ശവമായി എന്ന് വേദനയോടെ തമാശ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് സത്യം. ശ്രീ RV ബാബു സൂചിപ്പിച്ച ആ ഡിണ്ടിഗൽ മണിയെ കുറിച്ചും, ഇതും തമാശ പറയുന്നതാണ്, ആലങ്കാരികമായി പറയുന്നതാണ്. ഡിണ്ടിഗൽ മണിക്ക് ദാവൂദ് മണി എന്നൊരു പേരുണ്ടെന്ന് പറഞ്ഞ് ബാബു ചേട്ടന്റെ എന്റെയും കുറച്ച് സുഹൃത്തുക്കൾ വളരെ എക്സൈറ്റഡ് ആയതുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. വാജി വാഹനത്തിന്റെ പേരിലുള്ള സാധനങ്ങൾ, തന്ത്രിക്ക് അനുമതി ഇല്ല എന്ന് പറഞ്ഞ്, അയ്യപ്പന്റെ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക, എന്തൊക്കെ ശരിയല്ല. ഡ്രാമ എന്ന വാക്കേ ഉപയോഗിക്കുന്നില്ല, നാടകങ്ങളായിരുന്നു. നേരത്തെ ഇവിടെ കൊല്ലം കോടതിയുടെ വിധിയെ വിമർശിക്കുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഓൺ റെക്കോർഡ് ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ജാമ്യഘട്ടത്തിൽ പറയണ്ടേ? അതായത് ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന മതിയോ? ഏതെങ്കിലും ഒരു കണക്ഷൻ ലിങ്ക് ചെയ്യിക്കുന്ന കാര്യങ്ങൾ ആ കോടതി വിധി വായിച്ചാൽ മതി. തന്ത്രിക്കെതിരെ, കണ്ഠരര് രാജീവർക്കെതിരെ പറഞ്ഞ ഓരോ വാക്കും വരിയെടുത്ത് കോടതി ഷ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് മുഴുവൻ കള്ളമാണ്. എന്തിന്? തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യത്യസ്ത കാലങ്ങളിലായിരുന്നു ഈ സ്ഥലങ്ങളിൽ ഇരുന്ന് തന്നെ. വേറെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധുക്കൾ ശബരിമല ഉണ്ടായിരുന്നു. ഇതെല്ലാം മനഃപൂർവ്വം മറച്ചു വെച്ചു. ഒറ്റ കാര്യം വീണ്ടും ഒന്ന് ഓർപ്പിക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൈക്കോടതിയുടെ അനുമതിയോടെ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ ദേവസ്വം ബോർഡുകാർ കൊടുത്തു വിട്ടിട്ട് അതിന് തന്ത്രിയെ കുറ്റക്കാരനാക്കുന്ന സമീപനം വരെ SIT എടുത്തില്ലേ? അപ്പൊ SITയുടെ വിശ്വാസത്തെ ഒരു പ്രശ്നമല്ലേ? നേരത്തെ ശ്രീ ബാബുചേട്ടൻ പറഞ്ഞതുപോലെ ഈ കേസ് എങ്ങനെ അവസാനിക്കുമെന്ന് അത്യാവശ്യം കുറച്ചു കാലം മീഡിയയും മറ്റുമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഒരു വിഷമം ഉണ്ടാകുന്നത് നമ്മളെല്ലാം അടക്കം, താങ്കൾ അടക്കുന്ന മാധ്യമപ്രവർത്തകർ സുഭാഷ് കപൂർ മോഡലിൽ ഒരു പ്രശ്നം നടന്നു, നമ്മുടെ അമ്പലങ്ങളെ ക്ലീനപ്പ് ചെയ്യും എന്നൊക്കെ വിശ്വസിച്ച് ഇറങ്ങിയവർക്ക് ഒരു നിരാശയും ഒരു ഡിസില്യൂഷൻമെന്റും ഉണ്ട്. ഇനിയെങ്കിലും ആ പരാമർശം രാഹുൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണല്ലോ സുഭാഷ് കപൂർ ഒക്കെ ചർച്ചയായത്. ഒടുവിൽ ഇത് അന്വേഷിച്ചു വരുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഇനി കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടാലോ? ഞാൻ എന്താ പറയുക, ആരെയും ഏറ്റവും ആദരവോടെ തന്നെ പറയാം, നമ്മളിൽ ചിലരെങ്കിലും, എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, പോലീസുകാരും മാധ്യമങ്ങളും ഹൈക്കോടതി അടക്കം ഉൾപ്പെടുത്തിയാണ്, അമിതാവേശം കാണിച്ച് ചില കാര്യങ്ങളിൽ എടുത്ത് ചാടിയതാണോ എന്ന് നമ്മളെല്ലാം സ്വയം ഒന്ന് ചിന്തിക്കണം. 2, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ വളരെ കുറച്ച് സ്വർണ്ണമാണ് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവാൻ സാധ്യത. അതിൽ ഒരു പൊന്നോ പൊടിയോ പോലും പോയാൽ പോലും വരെ അറസ്റ്റ് ചെയ്യണം, സംശയമില്ല. അയ്യപ്പന്റെ അവിടുത്തെ സന്നിധാനത്തിലെ മണ്ണ് പോലും പവിത്രമാണ്, അതുപോലും എടുത്തോണ്ട് പോയെങ്കിൽ ശിക്ഷ വേണം. പക്ഷേ നമ്മളെല്ലാം കരുതിയിരുന്ന 500 കോടിയും 1000 കോടിയും 5000 കോടിയും ഇറീഡിയമും തുടങ്ങിയ ഒരുപാട് കഥകൾ നമ്മുടെ എല്ലാം ഇടയ്ക്ക് താങ്കളുടെ ചാനലിലടക്കം വരുന്ന ഒരാൾ ഈജിപ്തിലെ ഫറോവയ്ക്ക് വേണ്ടി അയ്യപ്പന്റെ സാധനം കൊണ്ടുപോയി എന്നൊക്കെ കള്ളക്കഥകൾ പറയുണ്ടായി. ഇതിന്റെ പ്രശ്നം നമ്മളിൽ പലരും പെട്ടുപോയതാണ്. ചിലർ ആത്മാർത്ഥമായിട്ട് പെട്ടുപോയതാണ്, ചിലർ പ്രതികാരം തീർക്കാൻ പെട്ടുപോയതാണ്, ചിലർ പരസ്പരമുള്ള വിരോധം തീർക്കുന്നവരാണ്. അപ്പം ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇനിയെങ്കിലും ഇതിനൊരു കൺക്ലൂഷൻ ഹൈക്കോടതി എളുപ്പം കൊണ്ടുവരണം. ശരി, ഞാൻ ആ പോയിന്റിൽ രാഹുലിനോട് 100% യോജിക്കുകയാണ്. ഒരുപാട് അപസർപ്പക കഥകൾ നമ്മൾ കേട്ടു, കൊടിമരത്തിന് മുകളിലുള്ള ഇറിഡിയം തൊട്ട് ശതകോടികളുടെ കഥകൾ. പക്ഷെ എന്തായാലും ഇപ്പോ അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ട് അനുസരിച്ച് ക്ലാഡ് ചെയ്ത സ്വർണം പൂശിയപ്പോ വന്ന കുറവ് എന്നതിലേക്കാണ് കാര്യങ്ങൾ ചുരുങ്ങുന്നത്. അത് എത്ര എന്നൊക്കെ ഫൈനൽ കൺക്ലൂഷൻ എന്തായാലും ഉടൻ ഉണ്ടായാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കാൻ കഴിയും. ഒരു ഇടവേള കൂടിയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ വസന്ത് സിറിയക്ക് ഇനിയിപ്പോൾ എന്തായാലും രാഷ്ട്രീയ സാധ്യതകളൊക്കെ ഈ വിഷയത്തിൽ അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആരുടെ ഭാഗത്തു നിന്നായാലും. അപ്പോൾ SITയെ സംബന്ധിച്ച് ഇനി മനുഷ്യരുടെ ക്ഷമയും സമയവും മെനക്കെടുത്താതെ
ഇത് കേസ് തീർക്കുക, കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോഴും കുറച്ചു പേരുടെ പേരിങ്ങനെ നേരത്തെ സൂചിപ്പിച്ച തൊട്ടുമുമ്പത്തെ തന്ത്രിയുടെ അടക്കം പേരൊക്കെ സൂചിപ്പിച്ച ഒരു സംഗതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് നിങ്ങളുടെ അവസാനമായിട്ടുള്ള സംഗതി എന്താണ് എന്ന് ഇനിയെങ്കിലും അറിയിക്കണ്ടേ കോടതിയിൽ? തീർച്ചയായും അത് വേണം ശ്രീ അഭിലാഷ്. പക്ഷേ നോക്കൂ, 2.5 കിലോ സ്വർണ്ണമാണെങ്കിൽ ഇന്നത്തെ വില വെച്ച് ഏതാണ്ട് 3.5 കോടി രൂപ. ആ 3.5 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് ദ്വന്ദ്വ സിംഹാസനം ആകെ ഇളകിയത് എന്ന് വിശ്വസിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൊന്നിൻ്റെ വില എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊന്നിനേക്കാൾ വില ഉണ്ടാകുന്ന കാര്യമാണ് ശബരിമലയിലെ അയ്യൻ്റെ സ്വർണം. അതിന് ആൻറ്റിക് വാല്യൂ ഉണ്ട്, അതിന് വിശ്വാസപരമായ റിലീജിയസ് വാല്യൂ ഉണ്ട്. ആ ലെവലിലേക്ക് അന്വേഷണം പോകണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഹൈക്കോടതി അതിനകത്ത് ഈ പറയുന്ന സുഭാഷ് കപൂർ മോഡൽ എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചത്. നേരത്തെ MJ പറഞ്ഞു 2005 വരെ അന്വേഷിക്കണം. അങ്ങനെയല്ല MJ. ഹൈക്കോടതി പറഞ്ഞത് 2019 ഈ കൊള്ളയെ പറ്റിയും 2019 തൊട്ട് 20 വർഷം പുറകോട്ട് 1999 തൊട്ട് അന്വേഷണം വേണം. വലിയൊരു വാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഹൈക്കോടതി ഈ പറയുന്ന SIT രൂപീകരിക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ചത്. അല്ലാതെ പെട്ടെന്ന് പോയി അപ്പൻ ചുട്ടോണ്ട് വാ എന്നല്ല ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പെർവിയൻസിൽ, വലിയൊരു സാധ്യതകളിൽ അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കോൺഗ്രസ് പാർട്ടിയും സർക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം എടുത്തിരിക്കുന്ന പല കേസുകളിലും അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അവസാന റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ, ദ്രുതഗതിയിൽ റിപ്പോർട്ട് നൽകാൻ ഇതുവരെ ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിക്കണം. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അവിടെ നിന്ന് ഒരു തരി മണ്ണാണ് പോയിരിക്കുന്നതെങ്കിൽ പോലും അത് കാലിൽ ചെരുപ്പില്ലാതെ കിലോമീറ്ററുകൾ കല്ലും മുള്ളും ചവിട്ടി വരുന്ന അയ്യപ്പൻ്റെ ഭക്തരുടെ വിയർപ്പിൻ്റെ അധ്വാനമാണ് അവിടുത്തെ ഒരു തരി മണ്ണ് പോലും. ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്, പക്ഷേ എന്നെ പോലും വൈകാരികമായി ഹോണ്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് ശബരിമല. നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ വിഷയമാണ് ശബരിമല. അവിടെ നിന്ന് ഒരു തരി മണ്ണ് ഒരുത്തൻ കട്ടോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കള്ളൻ ആരെങ്കിലും ആ കള്ളൻ ആരെങ്കിലും കഞ്ഞി വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞിക്കലമടക്കം പിടിച്ചെടുക്കുന്നതോടെ വരെ അന്വേഷണം പോകണം എന്ന് തന്നെയാണ് നിലപാട്. ശരി, വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.